Welcome all. Today we are going to discuss about our third unit, accounting for impairment of assets, borrowing costs, investment property and revenue from contracts with customers. Let's start. Accounting for impairment of assets. Indian Accounting Standard 36. An impaired asset is an asset whose market value is below its book value. An entity shall assess at the end of each reporting period whether there is any indication that an asset may be impaired. അസറ്റിൻ്റെ ഇമ്പയർമെൻറ്റിനെ കുറിച്ച് പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 36 എംപയർമെൻറ്റ് ഓഫ് അസറ്റ്സിൻ്റെ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഒരു ഇമ്പയർഡ് അസറ്റ് എന്നത് ഏത് അസറ്റിൻ്റെയാണോ മാർക്കറ്റ് വാല്യൂ ബുക്ക് വാല്യൂവിനേക്കാൾ കുറവായി നിൽക്കുന്നത്, ഇത്തരം അസറ്റുകളെയാണ് ഇമ്പയർഡ് അസറ്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം അതിൻ്റെ ഓരോ റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ അവസാനവും അവരുടെ അസറ്റ് ഇമ്പയർഡ് ആണോ എന്ന് അല്ലെങ്കിൽ അതിലുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ടോ, സൂചനയുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ എനി സച്ച് ഇൻഡിക്കേഷൻ എക്സിസ്റ്റ്, ദ എൻറ്റിറ്റി ഷുഡ് എസ്റ്റിമേറ്റ്സ് ദ റിക്കവറബിൾ എമൗണ്ട് ഓഫ് ദ അസറ്റ്. ഫോർ എക്സാമ്പിൾ, എ പ്രൊഡക്ഷൻ പ്ലാൻ ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഇൻവെസ്റ്റഡ് എ ലാർജ് എമൗണ്ട് ഓൺ ഇറ്റ്സ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇത്തരത്തിൽ ഒരു അസറ്റ് ഇമ്പയർഡ് ആണ് എന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ സൂചന സ്ഥാപനത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് റീസെൻ്റ് ഇയേഴ്സായി, അതായത് അടുത്ത വർഷങ്ങളിലായി ലാർജ് എമൗണ്ട് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ റിക്വയർഡ് ടെസ്റ്റ് ഓഫ് ഇമ്പയർമെൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എ ലോസ് മസ്റ്റ് ബി റെക്കോർഡഡ് ഓൺ ഇറ്റ്സ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, its book value must be recorded and the resulting loss in reported on its income and statement. റിക്കവറബിൾ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്തതിനു ശേഷം ആവശ്യമായ ഇമ്പയർമെൻറ്റ് ടെസ്റ്റുകളിൽ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സിലെ നഷ്ടം രേഖപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ ബുക്ക് വാല്യൂ കുറയ്ക്കുകയും തൽഫലമായി ഉണ്ടാകുന്ന ലോസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം. ജനറലി, ഇമ്പയർമെൻറ്റ് ഓഫ് എൻ അസറ്റ് ഒക്കേഴ്സ് വെൻ എ കമ്പനി പേസ് മോർ ദാൻ ബുക്ക് വാല്യൂ ഫോർ എൻ അസറ്റ് ആൻഡ് ലേറ്റർ ലോവേഴ്സ് ദ വാല്യൂ ഓഫ് ദോസ് അസറ്റ്സ്. സാധാരണയായി ഒരു കമ്പനി അതിൻ്റെ അസറ്റ്സിൻ്റെ ബുക്ക് വാല്യൂവിനേക്കാൾ കൂടുതൽ പേയ്മെൻറ്റ് നൽകുകയും പിന്നീട് ആ അസറ്റ്സിൻ്റെ വാല്യൂ കുറയുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അസറ്റ്സിന് ഇമ്പയർമെൻറ്റ് സംഭവിക്കുന്നത്. സോ ഇൻ അക്കൗണ്ടിങ്, ഇമ്പയർമെൻറ്റ് ഡിസ്ക്രൈബ്സ് എ പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് കമ്പനീസ് അസറ്റ്സ്, ടിപ്പിക്കലി എ ഫിക്സ്ഡ് അസറ്റ്സ് ഓർ ആൻ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ്. അതിനാൽ അക്കൗണ്ടിങ്ങിൽ ഇമ്പയർമെൻറ്റ് എന്നത് ഒരു കമ്പനിയുടെ അസറ്റ്സിൻ്റെ വാല്യൂവിൽ സ്ഥിരമായൊരു കുറവിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സാധാരണയായി ഒരു ഫിക്സ്ഡ് അസറ്റ് അല്ലെങ്കിൽ ടാഞ്ചിബിൾ അസറ്റ്സിനാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്റ്റാൻഡേർഡ് ഈസ് ടു പ്രിസ്ക്രൈബ് ദ ഗൈഡൻസ് ടു ഡിറ്റർമൈൻ വെദർ ആൻ അസറ്റ് ഈസ് ഇമ്പയർഡ് ആൻഡ് ഹൗ ദ ഇമ്പയർമെൻറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. This standard also specifies when an entity should reverse an impairment loss and prescribes disclosure requirements. ഒരു അസറ്റിന് ഇമ്പയർമെൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നും ആ ഒരു ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ ലോസ് എങ്ങനെ തിരിച്ചറിയണമെന്നും നിർണ്ണയിക്കുന്നതിനുള്ള ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നിർദ്ദേശിക്കുക എന്നാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ എപ്പോൾ അതിൻ്റെ ലോസ് നികത്തണമെന്നും ഈ ഒരു സ്റ്റാൻഡേർഡ് വ്യക്തമാക്കുകയും അത് റിവീൽ ചെയ്യാൻ വേണ്ട ആവശ്യകതകൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ലെറ്റ്സ് സീ സ്കോപ്പ്. This standard shall be applied in accounting for the impairment of all assets other than, അതായത് ഇനി പറയുന്ന ഒഴികെയുള്ള അസറ്റ്സുകളുടെ ഇമ്പയർമെൻറ്റ് കണക്കാക്കുമ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ബാധകമാകുന്നതാണ്. ഫസ്റ്റ് വൺ, ഇൻവെൻട്രീസ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഉൾപ്പെടുന്നില്ല. അസറ്റ്സ് അറൈസിംഗ് ഫ്രം കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11. ഡിഫേർഡ് ടാക്സ് അസറ്റ്സ്, ഫോർ എക്സാമ്പിൾ carry over for losses, Indian Accounting Standard 12. Assets arising from employees' benefit, for example health insurance, life insurance, etc., Indian Accounting Standard 19. കൂടാതെ ഫിനാൻഷ്യൽ അസറ്റ്സ് ദാറ്റ് ആർ within the scope of Indian Accounting Standard 39, for example financial instruments തുടങ്ങിയവയൊന്നും ഈ ഒരു സ്റ്റാൻഡേർഡ് ഉൾപ്പെടുന്നില്ല. നെക്സ്റ്റ് വൺ, ബയോളജിക്കൽ അസറ്റ്സ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ആക്ടിവിറ്റി, Indian Accounting Standard 41. Deferred acquisition costs and intangible assets arising from an insurance contractual rights under insurance contracts within the scope of Indian Accounting Standard 104, insurance contracts, etc. Non-current assets classified and held for sale in accordance with Indian Accounting Standard 105. മുകളിൽ പറഞ്ഞ അസറ്റ്സ് ഒന്നും ഈ ഒരു സ്റ്റാൻഡേർഡ് ഉൾപ്പെടുന്നവയല്ല. സ്റ്റാൻഡേർഡ് അപ്ലൈസ് ടു ഫിനാൻഷ്യൽ അസറ്റ്സ് ക്ലാസിഫൈഡ് ആസ്. ഇതേ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ബാധകമായിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് താഴെ പറയുന്നവ.
Subsidiaries as defined in Indian Accounting Standard 27, for example, consolidated financial statements. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 27 പ്രിസ്ക്രൈബ് ചെയ്യുന്ന സബ്സിഡിയറീസ് എല്ലാം ഈ ഒരു സ്റ്റാൻഡേർഡിൽ കീഴിൽ വരുന്നതാണ്. സെക്കൻഡ് വൺ, അസോസിയേറ്റ്സ് ആസ് ഡിഫൈൻഡ് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് 28, ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ അസോസിയേറ്റ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് അസോസിയേറ്റ്സ് പോലുള്ള ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 28 പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന അസോസിയേറ്റ്സ് എല്ലാം ഈ സ്റ്റാൻഡേർഡ് ഉൾപ്പെടുന്നു. തേർഡ് വൺ, ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആസ് ഡിഫൈൻഡ് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 31, ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 31 പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഇൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ് പോലുള്ള ജോയിൻറ്റ് വെഞ്ചേഴ്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയും ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുന്നു. ലെറ്റ്സ് സീ അബൌട്ട് ഇറ്റ്സ് ഡെഫിനിഷൻ. ദ ഫോളോയിങ് ടേംസ് ആർ യൂസ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് വിത്ത് ദ മീനിങ് സ്പെസിഫൈഡ്. ഈ ഒരു സ്റ്റാൻഡേർഡിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസിൻ്റെ മീനിങ് ആണ് താഴെ പറയുന്നത്. ഇമ്പയർമെൻറ്റ് ലോസ്, ഇറ്റ് ഈസ് എ എമൗണ്ട് ബൈ വിച്ച് ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് എൻ അസറ്റ് ഓർ എ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് എക്സീഡ് ഇറ്റ്സ് റിക്കവറബിൾ എമൗണ്ട്. ഫസ്റ്റ് ടേം ഇമ്പയർമെൻറ്റ് ലോസ് എന്നാണ്. ഇമ്പയർമെൻറ്റ് ലോസ് എന്നത് എപ്പോഴാണ് ഒരു അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ട് അതിൻ്റെ റിക്കവറബിൾ എമൗണ്ടിനേക്കാൾ എക്സീഡ് ചെയ്യുന്നത്, അതായത് ഉയർന്നു നിൽക്കുന്നത്. ഇതിനെയാണ്, അപ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിനെയാണ് ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇമ്പയർമെൻറ്റ് ലോസ് ഈസ് ഈക്വൽ ടു ക്യാരിയിങ് എമൗണ്ട് മൈനസ് റിക്കവറബിൾ എമൗണ്ട്. And the term is recoverable amount of an asset or a cash generating unit. It is the higher of its fair value, less cost to sell and its value in use. ഒരു അസറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എന്നത് അതിൻ്റെ ഫെയർ വാല്യൂവിൽ നിന്നും അതിൻ്റെ വാല്യൂ ഇൻ യൂസും വിൽക്കാനുള്ള ചെലവും കുറയ്ക്കുക എന്നതാണ്. സോ റിക്കവറബിൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ or value in use, whichever is higher. Cash generating units is the smallest identifiable group of assets that generates cash inflows that are largely independent of the cash inflows from other assets or groups of assets. Cash generating units എന്നത് മറ്റ് അസറ്റ്സിൽ നിന്നോ അസറ്റ്സിൻ്റെ ഗ്രൂപ്പുകളിൽ നിന്നോ ഉള്ള ക്യാഷ് ഇൻഫ്ലോസിൽ നിന്നും വലിയ തോതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് സൃഷ്ടിക്കുന്ന വയെ തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അസറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് ദ ഡിസ്പോസൽ. ഇറ്റ്സ് ആർ ജനറൽ കോസ്റ്റ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ദ ഡിസ്പോസൽ ഓഫ് എൻ അസറ്റ് ഓർ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് എക്സ്ക്ലൂഡിംഗ് ഫിനാൻഷ്യൽ കോസ്റ്റ് ആൻഡ് ഇൻകം ടാക്സ് എക്സ്പെൻസ്. കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ എന്നത് ഇൻക്രിമെൻ്റൽ കോസ്റ്റുകളാണ്. അതായത് അതിൽ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ ഡിസ്പോസലുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ചിലവുകളാണ് ഉൾപ്പെടുകയുള്ളൂ. എന്നാൽ ഫിനാൻസ് കോസ്റ്റ് ആൻഡ് ഇൻകം ടാക്സ് എക്സ്പെൻസുകൾ ഇതിൽ നിന്നും ഒഴിവാക്കുന്നു, അതായത് എക്സ്ക്ലൂഡിംഗ് ആണ്. സെക്കൻഡ് കേസ്, കോർപ്പറേറ്റ് അസറ്റ്സ് ആർ അസറ്റ്സ് അതർ ദാൻ ഗുഡ് വിൽ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഫ്യൂച്ചർ ക്യാഷ് ഹൗസ് ഓഫ് ബോത്ത് ദ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് അണ്ടർ റിവ്യൂ ആൻഡ് അതർ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്സ്. ഒരു അവലോകനം ചെയ്യപ്പെടുന്ന ക്യാഷ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെയും മറ്റ് ക്യാഷ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന യൂണിറ്റിൻ്റെയും ഭാവിയിലെ ഒരു ക്യാഷ് ഇൻഫ്ലോസിനെ അല്ലെങ്കിൽ പണമൊഴുക്കിനെ സംഭാവന ചെയ്യുന്ന ഗുഡ് വിൽ അല്ലാത്ത അസറ്റ്സിനെയാണ് കോർപ്പറേറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് വാല്യൂ ഇൻ യൂസ്. ഇറ്റ് ഈസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെയാണ് വാല്യൂ ഇൻ യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ദാറ്റ് മേ ബി ഇമ്പെയർഡ്. ഇമ്പെയർഡ് ആവുന്ന അസറ്റ്സിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഉദ്ദേശിക്കുന്നത്. An entity shall assess at the end of each reporting period whether there is any indication that an asset may be impaired. ഒരു അസറ്റ് ഇമ്പെയർഡ് ആവാം എന്നതിൻ്റെ എന്തെങ്കിലും സൂചനയുണ്ടോ എന്ന് ഓരോ റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ അവസാനം ഒരു സ്ഥാപനം വിലയിരുത്തേണ്ടതുണ്ട്. ഇഫ് എനി സച്ച് ഇൻഡിക്കേഷൻ എക്സിസ്റ്റ്, ദ എൻറ്റിറ്റി ഷാൾ എസ്റ്റിമേറ്റ് ദ റിക്കവറബിൾ എമൗണ്ട് ഓഫ് ദ അസറ്റ്. ഫോർ അസസിംഗ് ദ ഇൻഡിക്കേഷൻ ഓഫ് ഇമ്പയർമെൻറ്റ്, എ ഫേം ഷുഡ് കൺസിഡർ ബോത്ത് എക്സ്റ്റേണൽ ഇൻഡിക്കേഷൻസ് ആൻഡ് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇത്തരമൊരു ഇൻഡിക്കേഷൻ നിലവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സൂചന നിലവിലുണ്ടെങ്കിൽ അസസിൻ്റെ റിക്കവറബിൾ എമൗണ്ട് സ്ഥാപനം കണക്കാക്കേണ്ടതുണ്ട്. ഒരു ഇമ്പയർമെൻ്റ് സൂചന വിലയിരുത്തുന്നതിന് ഒരു സ്ഥാപനം ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റേഴ്സിനെയും എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സും പരിഗണിക്കേണ്ടതുണ്ട്. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾസ് ഓഫ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റേഴ്സ്. The decline in the market value of an asset, change in technology, market economic or legal environment, increase in interest rate, etc. are examples of external indicators. Next one, let's see the examples of internal indicators. Evidence of physical damage, asset performance is declining, discontinuance or restructuring plan, etc. are the examples of internal indicators. If there is an indication that an asset may be impaired, this may indicate that the remaining useful life, the depreciation means amortization method,
or the residual value for the asset needs to be reviewed and adjusted in accordance with the standards applicable to the asset, even in no impairment loss is recognized for the asset. ഒരു അസറ്റ്സിന് ഇമ്പയർമെൻറ്റ് സംഭവിച്ചേക്കാമെന്ന ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് സൂചനയുണ്ടെങ്കിൽ, ആ ഒരു അസറ്റ്സിൻ്റെ ശേഷിക്കുന്ന യൂസ്ഫുൾ ലൈഫും ഡിപ്രീസിയേഷൻ ഇൻ അമോർട്ടൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ അസറ്റ്സിൻ്റെ റെസിഡൽ വാല്യൂ തുടങ്ങിയവ റിവ്യൂ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ അസറ്റ്സിന് ആപ്ലിക്കബിളായ, അതായത് ബാധകമായ സ്റ്റാൻഡേർഡിനനുസൃതമായി അവ അറേഞ്ച് ചെയ്യുകയും ചെയ്യണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അസറ്റ്സിന് ഒരു ഇമ്പയർമെൻറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവ ഫോളോ ചെയ്യേണ്ടതുണ്ട്. Another head is how to measuring a recoverable amount. As per this standard, recoverable amount is the fair value less cost to sell or value in use, whichever is higher. ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം റിക്കവറബിൾ എമൗണ്ട് എന്നത് ഫെയർ വാല്യൂവിൽ നിന്നും കോസ്റ്റ് ടു സെൽ അല്ലെങ്കിൽ വാല്യൂ ഇൻ യൂസ് ഇതിലേതാണോ ഉയർന്നത് അതാണ്. If either the fair value less cost to sell or value in use exceeds the asset's carrying amount, the asset is not impaired and it is not necessary to estimate the other amount. ഫെയർ വാല്യൂവും കോസ്റ്റ് ടു സെല്ലും അതുപോലെ വാല്യൂ ഇൻ യൂസും ക്യാരിയിങ് എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ അസറ്റ്സിനെ എംപെയർഡ് ആവാത്ത അസറ്റാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ മറ്റു തുക കണക്കാക്കേണ്ട ആവശ്യവുമില്ല. കൂടാതെ sometimes it will not be possible to determine fair value less cost to sell. In this case, the entity may use the asset's value in use as its recoverable amount. ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എൻറ്റിറ്റി ഉപയോഗത്തിലുള്ള അസറ്റ്സിൻ്റെ മൂല്യം അതിൻ്റെ തിരിച്ചു പിടിക്കാവുന്ന റിക്കവറബിൾ എമൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മെഷർമെൻറ്റ് ഓഫ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ. If asset is traded in an active market, fair value less cost to sell is equal to the asset's market price minus cost to sell disposal. അസറ്റ് ഒരു ആക്റ്റീവ് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ ഈ കാണാനുള്ള ഇക്വേഷൻ എന്നത് ദ അസറ്റ്സ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും കോസ്റ്റ് ടു സെൽ അല്ലെങ്കിൽ ഡിസ്പോസൽ കോസ്റ്റ് മൈനസ് ചെയ്തതാണ്. ഇവിടെ നോട്ട് നൽകിയിട്ടുണ്ട്. ഹിയർ അസറ്റ്സ് മാർക്കറ്റ് പ്രൈസ് ഈസ് എ കറൻറ്റ് ബിഡ് പ്രൈസ്. ഇവിടെ അസറ്റ്സിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് കറൻറ്റ് ബിഡ് പ്രൈസ് ആയിരിക്കും. വെൻ കറൻറ്റ് ബിഡ് പ്രൈസസ് ആർ അൺഅവൈലബിൾ, അത് കറൻറ്റ് ബിഡ് പ്രൈസ് അവൈലബിൾ അല്ലെങ്കിൽ ദ പ്രൈസ് ഓഫ് ദ മോസ്റ്റ് റീസെൻറ്റ് ട്രാൻസാക്ഷൻ മേ പ്രൊവൈഡ് ആസ് ബേസിസ്. ഏറ്റവും അടുത്ത ട്രാൻസാക്ഷൻ്റെ പ്രൈസാണ് ഇത്തരം സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഫോർ കോസ്റ്റ് ടു സെൽ ഈസ് ലീഗൽ കോസ്റ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് സിമിലർ ട്രാൻസാക്ഷൻ ടാക്സസ്, കോസ്റ്റ് ഓഫ് റിമൂവിംഗ് ദ അസറ്റ്സ്, ദ ഡയറക്റ്റ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ടു ബ്രിങ് ആൻ അസറ്റ് ഇൻ ടു എ കണ്ടീഷൻ ഫോർ സെയിൽ. കോസ്റ്റ് ടു സെൽ ഇൻ ലീഗൽ കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ് മുകളിൽ പറഞ്ഞത്. നെക്സ്റ്റ്, മെഷർമെൻറ്റ് ഓഫ് വാല്യൂ ഇൻ യൂസ്. വൈൽ കാൽക്കുലേറ്റിംഗ് വാല്യൂ ഇൻ യൂസ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡർഡ്. വാല്യൂ ഇൻ യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് താഴെ പറയുന്ന ഫാക്ടേഴ്സാണ് പരിഗണിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, എസ്റ്റിമേറ്റ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ദാറ്റ് എൻ എൻറ്റിറ്റി ഈസ് എക്സ്പെക്റ്റഡ് ടു റിസീവ് ഫ്രം ദ അസറ്റ്. ഒരു സ്ഥാപനം ഒരു അസറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൻ്റെ എസ്റ്റിമേറ്റ്. നെക്സ്റ്റ്, എക്സ്പെക്റ്റേഷൻ അബൌട്ട് പോസിബിൾ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓർ ടൈമിംഗ് ഓഫ് ദോസ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ഫ്യൂച്ചറിലെ ക്യാഷ് ഫ്ലോസിൻ്റെ എമൗണ്ടിലോ ടൈമിങ്ങിലോ ഉണ്ടാകുന്ന വ്യതിയാനത്തെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ്. ദ ടൈം വാല്യൂ ഓഫ് മണി. മണിയുടെ ടൈം വാല്യൂ. ദ പ്രൈസ് ഫോർ ബിയറിംഗ് ദ അൺസർട്ടനിറ്റി ഇൻഹെറൻറ്റ് ഇൻ ദ അസറ്റ്. ഒരു അസറ്റിൻ്റെ അൺസർട്ടനിറ്റി സഹിക്കുന്നതിന് ബിയർ ചെയ്യുന്നതിന് ആവശ്യമായ പ്രൈസ്. അതർ ഫാക്ടേഴ്സ് സച്ച് ആസ് ലിക്വിഡിറ്റി പോലുള്ള മറ്റു ഫാക്ടേഴ്സ്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഇൻ യൂസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. വാല്യൂ ഇൻ യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ താഴെ പറയുന്നവ ഹെൽപ്പ് ചെയ്യുന്നു. എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്, ഡിസ്കൗണ്ട് റേറ്റ് തുടങ്ങിയവ. നെക്സ്റ്റ് ഹെഡ്, recognizing and measuring an impairment loss. We know that impairment is the fall or reduction in the value of asset. അസറ്റിൻ്റെ വാല്യൂ റിഡക്റ്റ് ചെയ്യുന്ന, കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഫോൾ ചെയ്യുന്ന ഒന്നാണ് ഇമ്പയർമെൻറ്റ് എന്ന് നമുക്കറിയാം. ദ വാല്യൂ ഓഫ് എൻ അസറ്റ് ഫോൾ ക്യാൻ ബി ബിക്കോസ് ഓഫ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇത്തരത്തിൽ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സോ കാരണമാവാം. These internal factors or external factors which result in the falls or asset value are called indicators of impairment loss, which was discussed earlier in this unit. ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സോ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിന് കാരണമായാൽ ഇതിനെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് വിളിക്കാം. ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മുന്നേ. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ആൻ
Impairment loss example. There is an asset in our firm and we know the carrying amount and the maximum benefit that we get from the asset. ഒരു സ്ഥാപനത്തിൽ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ക്യാരിയിങ് എമൗണ്ടും അതിന് പരമാവധി ബെനിഫിറ്റും നമുക്കറിയാം. ക്യാരിയിങ് തുക 100 ആണെന്ന് കരുതുക. Suppose the carrying amount is 100. Maximum benefit from the asset is the recoverable amount and it is higher the value of in use and fair value less cost to sell. ഒരു അസറ്റിൽ നിന്ന് ലഭിക്കുന്ന മാക്സിമം ബെനിഫിറ്റ് എന്നത് റിക്കവറബിൾ എമൗണ്ട് ആണ്. ഇത് വാല്യൂ ഇൻ യൂസിനേക്കാൾ അല്ലെങ്കിൽ ഫെയർ വാല്യൂ കോസ്റ്റ് ടു സെല്ലിനേക്കാൾ ഹയർ ആയിരിക്കും. ഇഫ് വാല്യൂ ഇൻ യൂസ് ഈസ് 90 ആൻഡ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെയിൽസ് ഈസ് 110. വാല്യൂ ഇൻ യൂസ് 90 ആണെങ്കിൽ അതിൻ്റെ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെയിൽ എന്നത് 110 ആയിരിക്കും. ദെൻ ദ റിക്കവറബിൾ എമൗണ്ട് ഈസ് 110. റിക്കവറബിൾ എമൗണ്ടും 110 ആയിരിക്കും. Because here fair value less cost to sell is more than value in use. കാരണം ഇവിടെ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെയിൽ എന്നത് വാല്യൂ ഇൻ യൂസിനേക്കാൾ കൂടുതലാണ്. ഇൻ ദിസ് കേസ് ദർ ഈസ് ആൻ നോ ഇമ്പയർമെൻറ്റ് ബിക്കോസ് വി നോ ദാറ്റ് ഇമ്പയർമെൻറ്റ് ലോസ് ഈസ് ദ എമൗണ്ട് ബൈ വിച്ച് ക്യാരിയിങ് എമൗണ്ട് ഓഫ് എൻ അസറ്റ് എക്സീഡ്സ് ഇസ് റിക്കവറബിൾ എമൗണ്ട്. ഈ ഒരു കേസിൽ ഇവിടെ ഒരു ഇമ്പയർമെൻറ്റ് നടക്കുന്നില്ല. കാരണം ഇമ്പയർമെൻറ്റ് ലോസ് എന്നത് ഒരു അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ട് അതിൻ്റെ റിക്കവറബിൾ എമൗണ്ടിനേക്കാൾ കൂടുതലാവുന്ന അവസ്ഥയാണ്. ഹിയർ ദ റിക്കവറബിൾ എമൗണ്ട് ഈസ് മോർ ദാൻ ദ ക്യാരിയിങ് എമൗണ്ട്. സോ ദർ ഈസ് നോ ഇമ്പയർമെൻറ്റ് ബിക്കോസ് ഓഫ് പ്രോമിസ് വാട്ട് വി ആർ ഷോയിങ് ഇൻ ദ ബാലൻസ് ഷീറ്റ് സ്റ്റിൽ സീംസ് ടു ബി റീസണബിൾ. ഇവിടെ റിക്കവറബിൾ എമൗണ്ട് ക്യാരിയിങ് എമൗണ്ടിനേക്കാൾ കൂടുതലാണ്. സോ ഇവിടെ ഒരു ഇമ്പയർമെൻറ്റ് നടക്കുന്നില്ല. നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുന്നത് ന്യായമാണെന്ന് റീസണബിൾ ആണെന്ന് തോന്നുന്നു. വി സെയ്ഡ് മിനിമം ₹100 ക്യാരിയിങ് എമൗണ്ട് ഈസ് എ ബെനിഫിറ്റ് വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ്. ഇവിടെ ക്യാരിയിങ് എമൗണ്ട് 100 ആണ് മാക്സിമം ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതെന്ന് കാണാം. ഹിയർ വി ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ₹110. എന്നാൽ ക്യാരിയിങ് എമൗണ്ട് ആക്ച്വലി വി ഗെറ്റ് 110. സോ ദർ ഈസ് നോ ഇമ്പയർമെൻറ്റ്. അതുകൊണ്ട് തന്നെ ₹10 എക്സ്ട്രാ കിട്ടിയതിനാൽ തന്നെ ഇവിടെ ഇമ്പയർമെൻറ്റ് നടക്കുന്നില്ല, ലോസ് ഇല്ല. Imagine if the carrying amount is 100. Carrying amount 100 ആണെങ്കിൽ and the reasonable amount is 90. Reasonable amount 90 ആയിരിക്കും. In this case there is an impairment loss. ഈ ഒരു കേസിൽ അവിടെ ഇമ്പയർമെൻറ്റ് ലോസ് ഉണ്ടെന്ന് പറയാം. ബിക്കോസ് ഹിയർ ദ ക്യാരിയിങ് എമൗണ്ട് ഈസ് മോർ ദാൻ ദ റിക്കവറബിൾ എമൗണ്ട്. ഇവിടെ റിക്കവറബിൾ എമൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കും ക്യാരിയിങ് എമൗണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു വിൽ ബി കോൾഡ് ഇമ്പയർമെൻറ്റ് ലോസ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡിഫറൻസിനെ ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയാം. Impairment loss should be recognized in the profit or loss unless the asset is carried at the revalued amount in accordance with Indian Accounting Standard 38. Indian Accounting Standard 38 അനുസരിച്ച് റീവാല്യൂ ചെയ്ത എമൗണ്ടിൽ അസറ്റിനെ ക്യാരി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിലോ ലോസിലോ വരുന്ന ഇമ്പയർമെൻറ്റ് തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള ഇമ്പയർമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള പീരീഡിലേക്കുള്ള ഡിപ്രീസിയേഷൻ റേറ്റ് റിവൈസ് ചെയ്തിട്ടുള്ള ക്യാരിയിങ് എമൗണ്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. വൺസ് ദ ഇമ്പയർമെൻറ്റ് ലോസ് ഈസ് റെക്കഗ്നൈസ്ഡ് ദെൻ ദ ജേണൽ എൻട്രി വിൽ ബി. ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചാൽ ട്രീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഫോർ ഷോയിങ് ദി ഇമ്പയർമെൻറ്റ് ലോസ്. ഇമ്പയർമെൻറ്റ് ലോസ് കാണിക്കുന്നതിന് ഇമ്പയർമെൻറ്റ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു അസറ്റ്സ് അക്കൗണ്ടും ഫോർ ക്ലോസിങ് ഇമ്പയർമെൻറ്റ് ലോസ് ക്ലോസ് ചെയ്യുന്നതിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഇമ്പയർമെൻറ്റ് ലോസ് എന്ന ജേണൽ എൻട്രീസാണ് യൂസ് ചെയ്യുക. കൂടാതെ കുറച്ച് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. The following disclosures are required in the financial statements. Financial statements താഴെ പറയുന്ന ഡിസ്ക്ലോഷേഴ്സ് ആണ് ആവശ്യമുള്ളത്. ഫസ്റ്റ് വൺ, ദ എമൗണ്ട് ഓഫ് ഇമ്പയർമെൻറ്റ് ലോസസ് റെക്കഗ്നൈസ്ഡ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിംഗ് ദ പീരീഡ്. ഒരു പീരീഡിൽ വരുന്ന പ്രോഫിറ്റ് ഓർ ലോസും ത്രൂ ആൻ ഇമ്പയർമെൻറ്റ് ലോസസ് എമൗണ്ട് ചെയ്ത് എത്രയാണെങ്കിൽ അത് അറിയണം. ദ എമൗണ്ട് ഓഫ് റിവേഴ്സസ് ഓഫ് ഇമ്പയർമെൻറ്റ് ലോസസ് റെക്കഗ്നൈസ്ഡ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിംഗ് ദ പീരീഡ്. ഇത്തരത്തിൽ ഇമ്പയർമെൻറ്റ് ലോസസിൻ്റെ റിവേഴ്സസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആയാലും ഒരു പീരീഡിലെ കാണിച്ചിരിക്കണം. ദ എമൗണ്ട് ഓഫ് ഇമ്പയർമെൻറ്റ് ലോസസ് ഓൺ റിവാല്യൂഡ് അസറ്റ്സ് റെക്കഗ്നൈസ്ഡ് ഇൻ അതർ കോംപ്രിഹെൻസീവ് ഇൻകം ഡ്യൂറിംഗ് ദ പീരീഡ്. മറ്റ് കോംപ്രിഹെൻസീവ് ഇൻകം ഒരു പീരീഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഇമ്പയർമെൻറ്റ് ലോസ് റിവാല്യൂ അസറ്റ്സിൻ്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടും, കൂടാതെ ദ എമൗണ്ട് ഓഫ് റിവേഴ്സസ് ഓഫ് ഇമ്പയർമെൻറ്റ് ലോസസ് ഓർ റിവാല്യൂഡ് അസറ്റ്സ് റെക്കഗ്നൈസ്ഡ് ഇൻ അതർ കോംപ്രിഹെൻസീവ് ഇൻകം ഡ്യൂറിംഗ് ദ പീരീഡ്. അസറ്റ്സിൻ്റെ ഇമ്പയർമെൻറ്റ് ലോസസ് റിവാല്യൂ ചെയ്യുമ്പോൾ വരുന്ന റിവേഴ്സൽ എമൗണ്ട്സും. കൂടാതെ സെക്കൻഡ് കേസ്, when impairment loss of an individual assets or a cash generating unit is recognized or reversed, the following matters are also disclosed. എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ അസറ്റ്സിൻ്റെ ഇമ്പയർമെൻറ്റ് ലോസ് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഒരു ക്യാഷ് ജനറേറ്റഡ് യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്?
ദെൻ താഴെ പറയുന്ന മാറ്റേഴ്സ് കൂടി ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ദ സിറ്റുവേഷൻ ദാറ്റ് ലെഡ് ടു ലോസ് ബീയിങ് റെക്കഗ്നൈസ്ഡ് ഓർ റിവേഴ്സ്ഡ്. ഇത്തരത്തിലൊരു അസറ്റിനെ ഇമ്പയർമെൻ്റ് ആണ് അല്ലെങ്കിൽ ഇമ്പയർഡ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുന്ന സിറ്റുവേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലേക്ക് നയിക്കുന്നത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് കേസ്, ദ എമൗണ്ട് ഓഫ് ലോസ് റെക്കഗ്നൈസ്ഡ് ഓർ റിവേഴ്സ്. ഇത്തരത്തിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഇമ്പയർഡ് ലോസിൻ്റെ എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. തേർഡ് വൺ, ഡീറ്റെയിൽസ് ഓൺ ദ നാച്ചർ ഓഫ് അസറ്റ്സ് ആൻഡ് ദ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്. ഇത്തരത്തിൽ ഇമ്പയർഡ് ചെയ്യുന്ന അസറ്റ്സിൻ്റെ നാച്ചർ, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. വെദർ ദ റിക്കവറബിൾ എമൗണ്ട് ഈസ് ദ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ ഓർ വാല്യൂ ഇൻ യൂസ്. ഇത്തരത്തിലുള്ള റിക്കവറബിൾ എമൗണ്ട് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ ഓർ വാല്യൂ ഇൻ യൂസ് ആണെന്ന് മനസ്സിലാക്കുക. ഫിഫ്ത്ത് വൺ, ബേസ് ഓഫ് ഡിറ്റർമിനിങ് സെല്ലിംഗ് പ്രൈസ് ഓർ ദ ബേസ് ഓഫ് ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ടു ഡിറ്റർമൈൻ വാല്യൂ ഇൻ യൂസ്. വാല്യൂ ഇൻ യൂസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക. തേർഡ് കേസ്, if the recoverable amount is based on value in use or fair value less cost to sell, the following should be disclosed. Recoverable amount വാല്യൂ ഇൻ യൂസ് ഓർ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെല്ലിനോട് ബേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ താഴെ പറയുന്നവ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കീ അസംഷൻ യൂസ് ചെയ്തിരിക്കുന്ന കീ അസംഷൻസിൻ്റെ വിവരണം. സെക്കൻഡ് കേസ്, എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അപ്രോച്ച് ടു ഡിറ്റർമൈൻ ദ വാല്യൂസ് അസൈൻ ടു ഈച്ച് അസംഷൻ. ഓരോ അസംഷനും അസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന അതിൻ്റെ വാല്യൂസ് ഡിറ്റർമൈൻ ചെയ്യുന്നതും അതിൻ്റെ അപ്രോച്ചും ഡിസ്ക്രൈബ് ചെയ്യുക. തേർഡ് വൺ, ദ പീരീഡ് ഓവർ വിച്ച് ക്യാഷ് ഫ്ലോ ഹാസ് ബീൻ പ്രൊജക്റ്റഡ്. ക്യാഷ് ഫ്ലോ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ പീരീഡ്. ഫോർത്ത് വൺ, ദ ഗ്രോത്ത് റേറ്റ് ആൻഡ് ദ ഡിസ്കൗണ്ട് റേറ്റ്. ഇതിൻ്റെ ഗ്രോത്ത് റേറ്റും ഡിസ്കൗണ്ട് റേറ്റും. Another important topic is borrowing cost. Indian Accounting Standard 23. Before discussing Indian Accounting Standard 23, we need to have a clear picture about the borrowing cost. Indian Accounting Standard 23 കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനൊക്കെ മുൻപ് ബോറോയിങ് കോസ്റ്റിനെ കുറിച്ച് ക്ലിയർ പിക്ചർ നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Suppose a situation where we need a shed for the installation of machinery and started the construction of the shed on 1st September 2023. ഒരു മെഷീനറി ഇൻസ്റ്റാളേഷനുമായി റിലേറ്റ് ചെയ്ത് ഒരു ഷെഡ് നിർമ്മിക്കണമെന്ന് തീരുമാനമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, മെഷീനറിയുടെ കൺസ്ട്രക്ഷൻ 1st April 2023 സ്റ്റാർട്ട് ചെയ്യാനും തീരുമാനിച്ചു. വി ബോറോഡ് ₹50 lakh ഫ്രം എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിനായിട്ട് സ്ഥാപനം 50 ലക്ഷം ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. ദ കൺസ്ട്രക്ഷൻ വാസ് കംപ്ലീറ്റഡ് ഓൺ 1st January 2025. ഈ ഒരു മെഷീനറിയുടെ കൺസ്ട്രക്ഷൻ 1st January 2025 ഫിനിഷ് ആയിട്ടുണ്ട്. വി ഹാഡ് ബോട്ട് മെഷീനറി ബൈ ടേക്കിംഗ് അനദർ ലോൺ ഓഫ് 25 lakh ഫ്രം എ നാഷണലൈസ്ഡ് ബാങ്ക്. മെഷീനറി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് മറ്റൊരു ലോൺ 25 lakh എടുത്തിട്ടുണ്ട്. ദ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാഡ് ബാങ്ക് ചാർജ്ഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് 5 lakh ഫോർ ദ എബവ് സെയിഡ് ലോൺസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്കും മുകളിൽ പറഞ്ഞ ലോണുകൾക്കെല്ലാം 5 lakh ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. ദിസ് ഇൻട്രസ്റ്റിംഗ് ഈസ് എ ബോറോയിങ് കോസ്റ്റ്. ഈ ഇൻട്രസ്റ്റ് ഒരു ബോറോയിങ് കോസ്റ്റ് എന്ന ഹെഡിലാണ് വരുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ബോറോയിങ് കോസ്റ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ഇൻകേർഡ് ബൈ എൻ എൻ്റർപ്രൈസ് ഇൻ കണക്ഷൻ വിത്ത് എ ബോറോയിങ് ഓഫ് ഫണ്ട്സ്. ആയതിനാൽ ഇവിടെ ബോറോയിങ് കോസ്റ്റ് എന്നത് ഇൻട്രസ്റ്റ് ആണെന്നും, അതായത് ബോറോയിങ് കോസ്റ്റ് എന്നത് ഒരു സ്ഥാപനം അതിൻ്റെ ഫണ്ട് കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വരുത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റുകളും മറ്റ് ചെലവുകളുമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. Indian Accounting Standard 23 provide guidance on how to measure borrowing costs, particularly when the cost of acquisition, construction or production are funded by an entity's general borrowings. Indian Accounting Standard 23 എങ്ങനെയാണ് ബോറോയിങ് കോസ്റ്റ് മെഷർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബോറോയിങ് കോസ്റ്റ് എങ്ങനെ അളക്കാം എന്നതിനെ ചൊല്ലിയുള്ള ഗൈഡൻസ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 23 നൽകുന്നു. പ്രത്യേകിച്ചും അക്വസിഷൻ, കൺസ്ട്രക്ഷൻ ഓർ പ്രൊഡക്ഷൻ തുടങ്ങിയവയ്ക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ജനറൽ ബോറോയിങ്സിലൂടെ ഫിനാൻസ് നൽകുമ്പോൾ. നെക്സ്റ്റ്, കോർ പ്രിൻസിപ്പിൾസ്. ബോറോയിങ് കോസ്റ്റ് വിച്ച് ആർ ഡയറക്ട്ലി attributable to the acquisition, construction or production of a qualifying asset are included in the cost of the asset. According to core principle, ഒരു ക്വാളിഫൈഡ് അസറ്റ്സിൻ്റെ അക്വസിഷൻ, കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്നിവയുമായി റിലേറ്റ് ചെയ്ത് നേരിട്ട് ബന്ധപ്പെട്ടുള്ള ബോറോയിങ് കോസ്റ്റുകൾ അസറ്റ്സിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് കേസ്, അതർ ബോറോയിങ് കോസ്റ്റ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് എക്സ്പെൻസ്. മറ്റു ബോറോയിങ് കോസ്റ്റുകളെ എക്സ്പെൻസുകളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ലെറ്റ്സ് സീ ഇറ്റ്സ് ഡെഫിനിഷൻസ്. ദിസ് സ്റ്റാൻഡേർഡ് യൂസസ് ദ ഫോളോയിങ് ടേംസ്.
ഈ ഒരു സ്റ്റാൻഡേർഡിൽ താഴെ പറയുന്ന ടേംസാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, ബോറോയിങ് കോസ്റ്റ്. ബോറോയിങ് കോസ്റ്റ് ആർ ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ദാറ്റ് an entity incurs in connection with the borrowing of funds. ബോറോയിങ് കോസ്റ്റ് എന്നത് ഒരു സ്ഥാപനം ഫണ്ട് കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വരുത്തുന്ന ഇൻട്രസ്റ്റും അതുമായി റിലേറ്റ് വരുന്ന മറ്റു ചെലവുകളുമാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇതിൽ ഉൾപ്പെടുന്നവയാണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് യൂസിംഗ് ദ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 109. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 109 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ഹെഡിലാണ് ഈ ഒരു ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, ഫിനാൻസ് ചാർജസ്. ഫിനാൻഷ്യൽ ചാർജസ് ഇൻ റെസ്പെക്ട് ഓഫ് ഫിനാൻഷ്യൽ ലീസസ് ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 ലീസസ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 ലീസസ് എന്ന ഹെഡിൽ ഫിനാൻസ് ലീസസിനെ കുറിച്ച് പറയുന്ന ഫിനാൻഷ്യൽ ചാർജസ് ഈടാക്കുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡിലാണ്. നെക്സ്റ്റ്, എക്സ്ചേഞ്ച് ഡിഫറൻസ്. Exchange difference arising from foreign currency borrowings to the extent they are recognized as an adjustment of interest costs. ഇൻട്രസ്റ്റ് കോസ്റ്റുകളുടെ ക്രമീകരണമായി അംഗീകരിക്കപ്പെടുന്ന അതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് വരെ ഫോറിൻ കറൻസി ബോറോയിങ്സിൽ നിന്നുണ്ടാകുന്ന എക്സ്ചേഞ്ച് ഡിഫറൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്വാളിഫയിങ് അസറ്റ്സ്. ക്വാളിഫയിങ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് ദാറ്റ് ആർ റിക്വയർഡ് സബ്സ്റ്റാൻഷ്യൽ ടൈം ടു ബ്രിങ് ടു ദെയർ ഇൻറ്റൻറ്റ് ടു യൂസ് ഓർ സെയിലബിൾ കണ്ടീഷൻ. ക്വാളിഫയിങ് അസറ്റ്സ് എന്നത് ഒരു സെയിലബിൾ കണ്ടീഷനിലേക്ക് എത്താൻ അല്ലെങ്കിൽ യൂസിലേക്ക് എത്താൻ മതിയായ ടൈം എടുക്കുന്ന സബ്സ്റ്റാൻഷ്യൽ ടൈം ആവശ്യമായി വരുന്ന അസറ്റ്സിനെയാണ് ക്വാളിഫയിങ് അസറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Another important head is investment property. Indian Accounting Standard 40. Ramu purchased land and it is held for appreciation, increase in value over time. ഇവിടെ ഒരു എക്സാമ്പിൾ സഹിതമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രാമു ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തു. അത് അപ്രീസിയേഷൻ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വില കൂടുതലായി വെയിറ്റ് ചെയ്യുകയാണ്. ഹി ഓൾസോ കൺസ്ട്രക്ട് എ ബിൽഡിംഗ് ആൻഡ് ലാറ്റ് ഔട്ട് ഫോർ റെൻറ്റ്. ഇവൻ ഒരു ബിൽഡിംഗ് കൂടി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, അത് റെൻറ്റിനായി കൊടുത്തിരിക്കുകയാണ്. ഹിയർ ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. ഇവിടെ ഈ ഒരു ലാൻഡും ബിൽഡിങ്ങുമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിളായി പറയുന്നത്. ഇഫ് രാമു പർച്ചേസ് ലാൻഡ് ഇൻറ്റൻഡഡ് ഫോർ സെയിൽ ഇൻ ദ നിയർ ഫ്യൂച്ചർ, എന്നാൽ രാമു ഈ ഒരു ഫ്യൂച്ചറിൽ സെയിലിനായി പർച്ചേസ് ചെയ്തിരിക്കുന്ന ലാൻഡ് ആണെങ്കിൽ ആൻഡ് ദ ബിൽഡിംഗ് വാസ് കൺസ്ട്രക്റ്റഡ് ഫോർ എ തേർഡ് പാർട്ടി, ബിൽഡിങ് വേറൊരു തേർഡ് പാർട്ടിക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ ലീസിന് കൊടുക്കാനാണെങ്കിൽ then it is not an example of investment property. അങ്ങനെയായിരുന്നെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എക്സാമ്പിൾ ആവുകയായിരുന്നില്ല. അതായത് നമ്മൾ സ്വയം ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് പർച്ചേസ് ചെയ്യുന്ന അസറ്റ്സിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. From this example, it is clear that investment property is a property that an entity holds to earn rental income or capital appreciation. ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്നത് ഒരു സ്ഥാപനം ഒരു റെൻ്റൽ ഇൻകം ഏൺ ചെയ്യുന്നതിനോ ഒരു വാടക ഇനത്തിൽ വരുമാനം നേടുന്നതിനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷനായി ലഭിക്കുന്നതിനോ വേണ്ടി ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി എന്നാണ്. ദ സൈഡ് എക്സാമ്പിൾ ഓൾസോ മെൻഷൻസ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഡിഫേഴ്സ് ഫ്രം അതർ പ്രോപ്പർട്ടി. ഈ എക്സാമ്പിളിൽ നിന്നും നമുക്ക് കൂടുതലായി വ്യക്തമാക്കുന്നത് എന്തെന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്നത് മറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ്. വിച്ച് ഈസ് യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓർ സപ്ലൈ ഓർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ഓർ ഹെൽപ്പ് ഫോർ സെയിൽ ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. പ്രൊഡക്ഷനോ വിതരണത്തിനോ അല്ലെങ്കിൽ ഭരണപരമായ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നതായ സാധാരണ ബിസിനസ്സിൽ സെയിൽസിനായി സൂക്ഷിക്കുന്നതായിട്ടുള്ള മറ്റ് അസറ്റ്സിൽ നിന്നും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വ്യത്യസ്തമാണെന്ന് മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ്. Recognition. The recognition criteria for investment property are the same as for property, plant and equipment. Under Indian Accounting Standard 16. Indian Accounting Standard 16 property, plant and equipment സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്കും വരുന്നത്. An owned investment property shall be recognized as an asset when and only when. അതായത് ഒരു ഓൺഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഉടമസ്ഥതയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റിനെ ഒരു അസറ്റായി അംഗീകരിക്കുന്നത് ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ്. It is probable that if the future economic benefits that are associated with the investment property will flow to the entity and the cost of the investment property can be measured reliably. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സുമായി ബന്ധപ്പെട്ട ഭാവിയിലെ സാമ്പത്തിക നേട്ടങ്ങൾ സ്ഥാപനത്തിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. കൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സിൻ്റെ വില വിശ്വസനീയമായി അളക്കാനായി കഴിയും. നെക്സ്റ്റ്, മെഷർമെൻറ്റ് ആൻഡ് റെക്കഗ്നിഷൻ. ഇനീഷ്യൽ മെഷർമെൻ്റ് ആണ് പറയുന്നത്. Owned investment property should be measured initially at cost plus any directly attributable expenditure. Owned investment property മെഷർ ചെയ്യുന്നത്
ഇനീഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് അതിനോട് കൂടെ ആട്രിബ്യൂട്ടബിൾ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് മെഷർ ചെയ്യുന്നത്. ദിസ് ഇസ് ദ കോസ്റ്റ് ഓഫ് എ പർച്ചേസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി കംപ്രൈസസ്. പർച്ചേസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് പർച്ചേസ് പ്രൈസ്, അതിൻ്റെ പർച്ചേസ് പ്രൈസും ആൻഡ് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ പ്രൊഫഷണൽ ഫീകൾ, ലീഗൽ സർവീസസ്, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ടാക്സസ് ആൻഡ് അതർ ട്രാൻസാക്ഷൻ കോസ്റ്റ് തുടങ്ങിയ ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ എക്സ്പെൻഡിച്ചറും ചേർന്നതാണ്. ഇവിടെ ഒരു ഇനീഷ്യൽ മെഷർമെൻറ്റിൻ്റെ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഷാൾ ബി മെഷർഡ് ഇനീഷ്യലി അറ്റ് ഇറ്റ്സ് കോസ്റ്റ് ഇൻക്ലൂഡിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. കോസ്റ്റ് തന്നെ 2 ടൈപ്സ് വരുന്നത് പർച്ചേസ് പ്രൈസും എനി ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡിങ് ഫോർ എക്സാമ്പിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ടാക്സ് ആൻഡ് അതർ ട്രാൻസാക്ഷൻ കോസ്റ്റ്, പ്രൊഫഷണൽ ടാക്സ് ഫോർ ലീഗൽ ആക്ടിവിറ്റീസ് തുടങ്ങിയവ. ഇങ്ങനെയാണ് ഇനീഷ്യൽ മെഷർമെൻറ്റ് ചാർട്ട് വരുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലം തന്നിട്ടുണ്ട്. ABC Limited purchased a commercial office space as an investment property in the Universal Trade Center Commercial Complex for 3 crores. ABC Limited ഒരു കൊമേഴ്സ്യൽ ഓഫീസ് സ്പേസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് 3 crore നിന്ന്. യൂണിവേഴ്സൽ ട്രേഡ് സെൻറ്റർ കൊമേഴ്സ്യൽ കോംപ്ലക്സ് എന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഹവർ for purchasing the same, the company had to obtain membership in the Universal Trade Center Commercial Complex Association by paying 2.5 lakh as one-time joining fee. ഇത് പർച്ചേസിൻ്റെ ഭാഗമായി മെമ്പർഷിപ്പ് എടുക്കുന്നതിന് 2 ലക്ഷത്തിൻ്റെ വൺ ടൈം ജോയിനിങ് ഫീ ട്രേഡ് സെൻറ്റർ കൊമേഴ്സ്യൽ കോംപ്ലക്സ് അസോസിയേഷനെ പെയ്ഡ് ചെയ്തിട്ടുണ്ട്. ABC Limited wants to write off the one-time joining fees paid as an expense under membership and subscription charges and value the investment property of 3 crores. മെമ്പർഷിപ്പ്, സബ്സ്ക്രിപ്ഷൻ ചാർജ് തുടങ്ങിയ പ്രകാരം ചെലവായ അടച്ച ഒറ്റത്തവണ ജോയിനിങ് ഫീ എഴുതി തള്ളാനും ഇൻവെസ്റ്റ്മെൻറ്റ് അസസ്സിന് 3 കോടി മൂല്യം നൽകാനും ABC Limited ആഗ്രഹിക്കുന്നു. Would you advise a change if the office space was purchased with the intention of using it as an administrative center of the company? കമ്പനിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെൻ്ററായി ഉപയോഗിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഓഫീസ് സ്ഥലം വാങ്ങിയതെങ്കിൽ ഒരു മാറ്റം നമ്മളോട് നിർദ്ദേശിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൊല്യൂഷൻ നോക്കാം. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ ആസ് പെർ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 40 പ്രകാരം ദ കോസ്റ്റ് ഓഫ് എ പർച്ചേസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി കംപ്രൈസസ് ഇറ്റ്സ് പർച്ചേസ് പ്രൈസ് ആൻഡ് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ എക്സ്പെൻഡിച്ചർ. ഒരു പർച്ചേസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് കംപ്രൈസ് ചെയ്യുന്നത് അതിൻ്റെ പർച്ചേസ് പ്രൈസും അതിനോട് കൂടെ ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ എക്സ്പെൻഡിച്ചർ കൂടി ആഡ് ചെയ്തതാണ്. അക്കോർഡിംഗ്ലി ഓൺ ഇനീഷ്യൽ റെക്കഗ്നേഷനിലെ ദ വൺ ടൈം ജോയിനിങ് ഫീ 2.5 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പർച്ചേസ് പ്രൈസിനോടുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ദെർഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഷുഡ് ബി മെഷർഡ് അറ്റ് 3,02,50,000 ആണ്. അതായത് ജോയിനിങ് ഫീ കൂടി ആഡ് ചെയ്യും. കോസ്റ്റ് ഓഫ് ദ കൊമേഴ്സ്യൽ ഓഫീസ് സ്പേസ് പ്ലസ് വൺ ടൈം ജോയിനിങ് ഫീ. റൈറ്റിംഗ് ഓഫ് ദ എമൗണ്ട് 2.5 lakh ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 2.5 lakh റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഉചിതമല്ല. Another important standard is revenue from contracts with customers. Indian Accounting Standard 115. Vinoo's Pizza Hut sells pizzas for 2,300 each. One of the Vinoo's customers, Balu, ordered 10 pizzas. Thus, Vinoo earned revenue of 73,000. This is an example of for a contract with customer that earns revenue. Vinoo പിസ്സ സെൽ ചെയ്യുന്ന പിസ്സ ഹട്ട് നടത്തുന്ന വ്യക്തിയാണ്. ഒരു പിസ്സയ്ക്ക് 2,300 ആണ് പ്രൈസ് വരുന്നത്. വിനുവിൻ്റെ കസ്റ്റമറായിട്ടുള്ള ബാലു 10 പിസ്സ ഓർഡർ ചെയ്തു. അതുകൊണ്ട് തന്നെ വിനുവിനെ റവന്യൂ ഏൺ ചെയ്യാനായി 73,000 കിട്ടിയിട്ടുണ്ട്. ഇതൊരു കോർണർ കസ്റ്റമർ റവന്യൂവിന് എക്സാമ്പിളാണ്. Indian Accounting Standard 115 is an accounting standard that explains how and when a revenue is to be recognized. Indian Accounting Standard 115 ആണ് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക എന്നതിനെ പറ്റി. ദ സ്റ്റാൻഡേർഡ് മെൻഷൻസ് ദാറ്റ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ മെൻഷൻ ചെയ്യുന്നു റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻഡ് വെൻ ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടേക്ക് പ്ലേസ് വിത്ത് എ കസ്റ്റമർ. ഇത്തരത്തിൽ ഒരു റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത് എപ്പോഴാണോ ഒരു ഗുഡ്സ് കസ്റ്റമർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സർവീസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴാണ് ഇത്തരത്തിലൊരു റവന്യൂ സംഭവിക്കുന്നത്. It provides useful information to users of financial statements about the nature, amount, timing and uncertainty of revenue and cash flows arising from a contract with a customer. ഒരു കസ്റ്റമറുമായുള്ള കരാറിൽ നിന്നുണ്ടാകുന്ന
വരുമാനത്തിൻ്റെയും ക്യാഷ് ഫ്ലോസിൻ്റെയും സ്വഭാവം, അതിൻ്റെ തുക, ടൈമിംഗ്, അൺസർട്ടനിറ്റി എന്നിവയെക്കുറിച്ചുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളുടെ യൂസേഴ്സിന് ഇത് ഉപയോഗപ്രദമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നു. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 115 വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിലവിലുള്ള ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11, അതായത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 18 എന്നിവയ്ക്ക് പകരമായി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ന്യൂ റവന്യൂ റെക്കഗ്നിഷൻ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 115 വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് റവന്യൂ റെക്കഗ്നിഷനുമായി റിലേറ്റ് ചെയ്ത്. ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ്സ് സ്കോപ്പ്. An entity should supply the standard to all customer contract subset. ഒരു സ്ഥാപനം ഈ ഒരു സ്റ്റാൻഡേർഡ് താഴെ പറയുന്ന കസ്റ്റമർ കോൺട്രാക്ട്സ് ഒഴികെയുള്ളവയ്ക്ക് അപ്ലൈ ചെയ്യുന്നവയാണ്. ഇത് എക്സംപ്റ്റ് ആയിട്ടുള്ള കേസുകളാണ് ലീസ് കോൺട്രാക്ട് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17, ഇൻഷുറൻസ് കോൺട്രാക്ട് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 104, ഫിനാൻഷ്യൽ instruments and other contractual rights or obligations under Indian Accounting Standard 109, Indian Accounting Standard 111, Indian Accounting Standard 27, etc. Second case, non-monetary exchange between entities doing similar business to facilitate sales to customers. For example, the standard would not apply to the contract between two oil companies that agreed to an exchange of oil in full demand from their customers in different specified locations on a timely basis. അതായത് ഇത് ചുരുക്കി പറഞ്ഞാൽ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകൾ, അതായത് രണ്ട് ഓയിൽ കമ്പനീസ് തമ്മിലുള്ള അഗ്രിമെൻറ്റ്സ് ഒന്നും ഈ ഒരു സ്റ്റാൻഡേർഡ് ഉൾപ്പെടുന്നില്ല. ഇതിൻ്റെ ഡെഫിനിഷൻസ് സൂചിപ്പിക്കുന്നുണ്ട്. കോൺട്രാക്ട് എന്നത് an agreement between two or more parties that creates enforceable rights and obligations. From the example, Venu's Pizza Hut, an agreement between Venu and Balu is a contract. രണ്ടോ അതിലധികമോ കക്ഷികൾ തമ്മിലുള്ള ഒരു കരാർ നടപ്പിലാക്കാവുന്ന അവകാശങ്ങളും കടമകളും സൃഷ്ടിക്കുന്നുണ്ട്. വിനുവിൻ്റെ പിസ്സ ഹട്ടിൻ്റെ ഉദാഹരണത്തിൽ വിനുവും ബാലുവും തമ്മിലുള്ള കരാർ ഒരു കരാറാണ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആണെന്ന് പറയാം. നെക്സ്റ്റ്, കസ്റ്റമർ. A party that has contracted with an entity to obtain goods or services that are an output of the entity's ordinary activities in exchange for consideration. From the above example, Balu is the customer. ഒരു സ്ഥാപനവുമായി കരാറിലേർപ്പെട്ട ഒരു കക്ഷി ആ സ്ഥാപനത്തിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളുടെ ഫലമായി ലഭിക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ സർവീസസോ ഒരു പ്രതിഫലം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ നൽകിക്കൊണ്ട് നേടുന്നു എങ്കിൽ അയാൾ ഒരു കസ്റ്റമറാണെന്ന് പറയാം. മുകളിലെ ഉദാഹരണത്തിൽ ബാലു ഒരു കസ്റ്റമറാണ്. നെക്സ്റ്റ്, ഇൻകം. ഇൻക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ്സ് during the accounting period in the form of inflows or enhancement of assets or decrease in liabilities that results in increase in equity other than those relating to contributions from equity participants. ഒരു ഇൻകം എന്നത് ഇക്വിറ്റി പാർട്ടിസിപ്പൻസിൻ്റെ കോൺട്രിബ്യൂഷനുമായി റിലേറ്റഡ് അല്ലാതെ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഇക്വിറ്റിയുടെ വർധനവിന് കാരണമാകുന്ന അസറ്റ്സിൻ്റെ വരവ് അല്ലെങ്കിൽ വർധനവ് അല്ലെങ്കിൽ ബാധ്യതകളുടെ കുറവ് എന്നിവയുടെ രൂപത്തിൽ അക്കൗണ്ടിംഗ് പീരീഡിലെ സാമ്പത്തിക നേട്ടത്തിലുള്ള വർധനവിനെയാണ് ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റവന്യൂ. ഇൻകം അറൈസിംഗ് ഇൻ ദ കോഴ്സ് ഓഫ് എൻ എൻറ്റിറ്റീസ് ഓർഡിനറി ആക്ടിവിറ്റീസ്. ഒരു സ്ഥാപനത്തിൻ്റെ ഓർഡിനറി ആക്ടിവിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉരുത്തിരിയുന്ന ഇൻകത്തിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. ഇൻ ദ എബവ് എക്സാമ്പിൾ ഇറ്റ് ഈസ് 3000. മുകളിൽ പറഞ്ഞ എക്സാമ്പിളിൽ 3000 ആണ് അതിൻ്റെ റവന്യൂ വരുന്നത്. നെക്സ്റ്റ്, ട്രാൻസാക്ഷൻ പ്രൈസ് ആണ്. The amount of consideration to which an entity expects to be entitled to exchange it for transferring promised goods or services to a customer, excluding amounts collected on behalf of third parties. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പരസ്പരം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കൺസിഡറേഷൻ അല്ലെങ്കിൽ എമൗണ്ട് പൈസയാണ് ട്രാൻസാക്ഷൻ പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തേർഡ് പാർട്ടിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നില്ല. 6 case, പെർഫോമൻസ് ഒബ്ലിഗേഷൻസ്. എ പ്രോമിസ് ഇൻ എ കോൺട്രാക്ട് വിത്ത് എ കസ്റ്റമർ ടു ട്രാൻസ്ഫർ ടു ദ കസ്റ്റമർ either goods or services that is distinct or a series of distinct goods or services. ഒരു ഗുഡ്സ് ഓർ സർവീസസ് പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കോൺട്രാക്റ്റിലെ പ്രോമിസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരസ്പരം ഒരു റിലേഷൻ അല്ലെങ്കിൽ പ്രോമിസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് കേസ്, സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ്. The price at which goods or services would be sold separately to a customer. ഈ ഒരു പ്രൈസ് എന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമർക്ക് സെപ്പറേറ്റായി സോൾഡ് ചെയ്യുകയാണെങ്കിൽ വിൽപ്പന നടത്തുകയാണെങ്കിൽ കിട്ടുന്ന പ്രൈസിനെയാണ്. ഫോളോയിങ് എക്സാമ്പിൾ മേക്ക് ക്ലിയർ കൺസെപ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ പ്രൈസ്, പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആൻഡ് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ്.
ഇവിടെ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ പ്രൈസ്, പെർഫോമൻസ് ഒബ്ലിഗേഷൻ, സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എന്നിവയെക്കുറിച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലിയർ പിക്ചർ നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ABC ലിമിറ്റഡ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് എ കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ്. ഒരു കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ കമ്പനിയാണ് ABC ലിമിറ്റഡ് എന്നത്. The entity enters into a contract with a customer to sell a server, a color printer and 1-year maintenance service for ₹6,000. സ്ഥാപനം ഒരു സെർവറും കളർ പ്രിൻ്ററും സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കസ്റ്റമറുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അവർക്ക് 1 year മെയിൻ്റനൻസ് സർവീസും ഉൾപ്പെടെ ₹6,000 ആണ് ഈടാക്കുന്നത്. ഇതാണ് ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത്. The combined stand-alone selling price of the 3 performances, that is server 3,000, printer 1,200. ഓരോ ഐറ്റംസിനും സെയിൽ ചെയ്യുന്ന, അതാണ് വൺ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സെർവറിന് 3,000ഉം പ്രിൻ്ററിന് 1,200ഉം ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് 1 year മെയിൻ്റനൻസ് കോൺട്രാക്ട് ഫീ 1,800ഉം. ഇത്തരത്തിൽ ടോട്ടൽ ട്രാൻസാക്ഷൻ പ്രൈസ് 6,000ഉം വരുന്നു. എന്നാൽ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് സെപ്പറേറ്റ്ലി ഓരോ കമ്മോഡിറ്റിക്കും ഈടാക്കുന്നു. ദ പ്രോമിസ് ടു സെൽ സെർവർ, കളർ പ്രിൻ്റർ ആൻഡ് 1 year മെയിൻ്റനൻസ് സർവീസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ഈ സെർവർ, കളർ പ്രിൻ്റർ, 1 year മെയിൻ്റനൻസ് സർവീസ് തുടങ്ങിയ പ്രൊവൈഡ് ചെയ്യുന്ന നൽകാമെന്ന പ്രോമിസിനെയാണ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കോട് കൂടി ചാപ്റ്ററോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.